കിട്ടിയ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിലാണെങ്കിൽ കുട്ടികൾ വരെയുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന വഴിയിൽ ഇവരുടെ എല്ലാവരുടെയും ദേഹത്ത് തടവി നോക്കുന്നുണ്ട്. പേടിച്ചു പോയ ജസ്റ്റിനും ബാക്കിയുള്ള സ്ത്രീകളും ആണെങ്കിൽ ഉറക്കെ കരയുന്നുണ്ട്. ഇതേ സമയത്താണ് മുകളിലത്തെ കുടിലിൽ നിന്നും ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള വയസ്സായ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവരാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ വടി കൊണ്ട് രണ്ട് തട്ട് തട്ടിയപ്പോഴത്തേക്കും അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാവരും നിശബ്ദരാവുകയാണ്. പിന്നീട് ആ തള്ള അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെല്ലാവരെയും സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇവരുടെ ഭാഷയിലായിട്ട് എന്തൊക്കെയോ പറയുകയാണ്. അതിനുശേഷം ഇവരുടെ കൂട്ടത്തിൽ ആരോഗ്യമുള്ള എല്ലാവരെയും കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടിലേക്ക് കൊണ്ട് അടയ്ക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ മാത്രം നമ്മുടെ ജോനയില്ല. അവനെ ഇപ്പോഴും അവിടെ പുറത്തു തന്നെ നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവന് കുടിക്കാനായിട്ട് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള വെള്ളം ഈ ആദിവാസികൾ അവന് കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചതിന് ശേഷം അവന്റെ ബോധം എന്തോ നഷ്ടപ്പെട്ടതുപോലെ വല്ലാത്ത രീതിയിലാണ് അവൻ നടക്കുന്നത്. എന്തായാലും അതിനുശേഷം ജോനയെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കല്ലിലേക്ക് കൊണ്ടുപോയി കടത്തുന്നുണ്ട്. പിന്നീട് വലിയൊരു ആയുധവുമായിട്ട് ഒരാളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള ആ തള്ളയാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം കത്തി ഉപയോഗിച്ച് അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുവാണ്. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അവന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത സമയത്ത് പാവം ജോനാണെങ്കിൽ അലമുറയിട്ട് കരയാണ്. മാത്രമല്ല അവന്റെ നാവും കൂടെ അവിടെ വെച്ച് മുറിച്ചെടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആകെ പേടിച്ച് അമ്പരന്ന് നിൽക്കുവാണ് ഇവന്റെ കൂടെ വന്ന കൂട്ടുകാര്. അതിനുശേഷം ആ വാളുമായിട്ട് വന്നയാള് ചെയ്തത് എന്താണെന്നറിയാമോ? ജോനയുടെ കയ്യും കാലും അവന് ജീവനുള്ളപ്പോൾ തന്നെ വെട്ടിമുറിച്ചെടുക്കുകയാണ്. അവന് ജീവനുള്ള